എല്ലാവർക്കും ഒരു പ്ലോട്ട് പറയട്ടയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വി ആർ ഓൾ ട്രൈങ് ഹിയറിന്റെ എപ്പിസോഡ് 10 ആണ്. എപ്പിസോഡിന്റെ തുടക്കത്തില് ജൻ, ദോങ്മാൻ, യൂന, മിറാൻ എല്ലാരും കുടിച്ച് ഫിറ്റായി നടന്നു പോവാണ്. എല്ലാരും നേരെ ദോങ്മാന്റെ വീട്ടിലോട്ട് പോവാണ്. ഡാ ജിൻമാൻ എന്തി? അവനില്ല, അവൻ പുറത്തു പോയേക്കുക. ആളെങ്ങനെയാ? ലുക്കാണോ അതോ നിന്നെ പോലെയാണോ? അപ്പൊ വീടിന്റെ ഓണർ അവിടെ ഉണ്ട്. മിറാൻ ആളെ നോക്കി ഹലോ പറയാണ്. ആള് ഞെട്ടിപ്പോന്നു. അവര് ദോങ്മാന്റെ വീട്ടിൽ കയറി വീട് ഫുള്ള് നോക്കുവാണ്. നീയല്ലേ ദോങ്മാന്റെ പൂച്ച അവന് ഇത്രയും പണി ഉണ്ടാക്കി കൊടുത്ത? ദോങ്മാൻ അവർക്കെല്ലാം ടവല് കൊടുക്കുകയാണ്. ചിപ്സ് കഴിക്കാൻ കെച്ചപ്പ് വേണ്ട, ഇവിടെ കെച്ചപ്പ് ഇല്ലല്ലോ. നമുക്ക് 7 വർഷം പഴക്കമുള്ള കെച്ചപ്പ് ഉണ്ട് ഇവിടെ. 7 വർഷോ? എന്നിട്ട് ആളത് കൊണ്ടുവരുവാണ്. 2018, ഇത് ശരിക്കും 7 വർഷം പഴക്കമുണ്ട്. ഇതിനൊരു കുഴപ്പമില്ല, തിന്നോന്നേ. ശരിയാ, ഇതിന് കുഴപ്പമില്ല. എന്നിട്ട് അതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുവാണ്. അവിടെ ദോങ്മാൻ എന്തൊക്കെയോ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ജൻ നോക്കുമ്പോ നമ്മുടെ മിറാന്റെ ഡ്രാമ ഹിറ്റാണ്. നിന്റെ ഡ്രാമ കേറിക്കൊണ്ടിരിക്കുവാണല്ലോ, കൺഗ്രാചുലേഷൻസ്. ഞാൻ വിചാരിച്ചു കുടിച്ച് എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടുമെന്ന്. ഇപ്പൊ അതുമില്ല. ഞാനൊരു കപ്പിൾ ഫോട്ടോ ഇട്ടപ്പോ അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുക, നീ നിന്റെ പണി നോക്കാൻ. അപ്പൊ ഞാൻ ആ കമന്റ് ലൈക്ക് ചെയ്തു. ആള് വന്ന് എന്റെ അടുത്ത് ദേഷിക്കുക. ഞാൻ എന്താ ചെയ്ത അതിന്? അതൊരു റോം കോം അല്ലേ, അപ്പൊ നമ്മൾ അതിനെ റെക്കമെൻഡ് ചെയ്യണ്ടേ? ആരെങ്കിലും നമ്മുടെ അടുത്ത് ഇങ്ങനെ ദേഷിച്ച നമ്മുടെ ഹൃദയം മുങ്ങുന്നണക്ക് തോന്നും. നമ്മൾ വിചാരിക്കും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ. നമ്മൾ നമ്മളെ തന്നെ അങ്ങ് പഴിക്കും. സ്വയം കാര്യം ആലോചിക്കുന്നത് വീക്കായിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവം. മോശമായ ആൾക്കാര് അവരെ കുറിച്ച് ചിന്തിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വയം ചിന്തിക്കരുത്. നീ എന്തായി ചെയ്യുന്ന? അപ്പൊ ദോങ്മാൻ വന്ന് വീഴുകയാണ്. അപ്പൊ മിറാന് മെസ്സേജ് വരികയാണ്. ഞാൻ അവിടെ ആയിരുന്നാൽ ഇവർക്ക് എന്താ? ആരെ മെസ്സേജ് അയച്ച? ജിയോങ്ഹുവ. അപ്പൊ ജിയോങ്ഹുവും ബാക്കിയുള്ള അമ്മമാരെ പോലെയല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഡൗട്ടുള്ള കാരണോ? ജിയോങ്ഹുവും ആ മോളുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട് ഇപ്പം? എനിക്കെങ്ങനെ അറിയാനാ? പക്ഷെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്, അവരെന്തായാലും നല്ല രീതിയിലല്ല നിർത്തി പോകുന്നത്. ഡിവോഴ്സ് നല്ല രീതിയിലായിരിക്കും പോയത്, പക്ഷെ മോള് അച്ഛന്റെ സൈഡ് പിടിച്ചു കാണും. എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ട്. അതെന്താ? ചിലപ്പോ അവക്ക് എന്നെ അറിയാമെങ്കിലോ? എനിക്ക് അവളെ അറിഞ്ഞൂടെങ്കിലോ? അത് അൺഫെയർ അല്ലേ? അവക്ക് എത്ര വയസ്സുണ്ട്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് തോന്നുന്നു അവളുടെ പേര് സിയോൺ എന്നാ. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഒളിഞ്ഞു നിന്ന് കേട്ടതാ. ഓ സിയോൺ. യൂന അവളുടെ പേര് സിയോൺ ആയിട്ട് മാറ്റായിരുന്നേ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ചെയ്യരുത്. ബിയൂനയാണ് നല്ലത്. അപ്പൊ ആളൊന്നും മിണ്ടാതിരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് മിറാൻ ബുക്കൊക്കെ നോക്കുകയാണ്. അത് ജിൻമാൻ എഴുതിയ പോയംസ് ആണ്. അതിലൊരെണ്ണം എടുക്കുകയാണ് ആള്. എവിടെയോ ഒരു തെറ്റുണ്ട്. ഓ, അവരെ കാണാൻ ഒരേപോലെ അല്ലല്ലോ. ആളാ പോയിരുന്ന് വായിക്കുകയാണ്. എന്നിട്ട് ആളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് എല്ലാരും ഇങ്ങ് വാ, പെട്ടെന്ന് വാ, നല്ല രസം ഇത്. ആള് വീഴുകയാണ്. ശ്രദ്ധിച്ച് അതിടുമ്പോ അതൊരു ക്രിസ്മസ് ട്രീ ആണ്. ലൈറ്റ് അണച്ച് അത് സ്റ്റാർട്ട് ആക്കും. എല്ലാരും അവിടെ ക്രിസ്മസ് എൻജോയ് ചെയ്യാണ്. യൂന നോക്കുമ്പോ വെളിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ട്. എല്ലാരും മഞ്ഞത്തിറങ്ങി ആസ്വദിക്കുകയാണ്. മിറാന്റെ വോയിസ് ഓവർ കേൾക്കാം. എനിക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് ക്രേസി ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ഉള്ളതിന് എനിക്ക് സന്തോഷമുണ്ട്. യൂൻ ഇവിടെ മഞ്ഞ് നോക്കി നിൽക്കുവാണ്. അത് കട്ട് ചെയ്ത് ജിയോങ്ഹ്യു സ്ക്രീൻ പ്ലേ വായിച്ചിട്ടിരിക്കുമ്പോ മിറാൻ ഗുഡ് നൈറ്റും പറഞ്ഞ് മൈൻഡ് ആക്കാതെ പെട്ടെന്ന് റൂമിൽ കയറി പോവാണ്. നെക്സ്റ്റ് സീനില് രാവിലെ ജിൻമാൻ വന്ന് നോക്കുമ്പോ അവിടെ ക്രിസ്മസ് ട്രീയും ഒരു പാർട്ടിയുടെ ഒരു വൈബ്. നീ വന്നോ, ഞാൻ ഉണ്ടാക്കി തരാം ഫുഡ്. എന്നിട്ട് അവര് ഫുഡ് കഴിക്കുവാണ്. ജീവിതം കൂടുതൽ ആസ്വദിക്കരുത്, കൂടുതൽ സന്തോഷിക്കരുത്, കൂടുതൽ വിഷമിക്കുകയും ചെയ്യരുത്. ദോങ്മാൻ എണീറ്റിട്ട് പറയാണ്, ഞാൻ കുറച്ചെങ്കിലും ഒന്ന് ആസ്വദിച്ചോട്ടെ, ഞാൻ ആദ്യമായിട്ടാ ഒന്ന് സന്തോഷിക്കുന്നത്. ആള് നോക്കുമ്പോ അവിടെ ഫുള്ള് വെള്ളമായി കിടക്കാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ വാഷിംഗ് മെഷീൻ രാവിലെ ഓണാക്കല്ലെന്ന്. എന്നിട്ട് ആളത് ഫുള്ള് തുടച്ചു മാറ്റിയാണ്. ജിൻമാൻ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അത് കട്ട് ചെയ്ത് ചോയ് ഹേജിയെ വിളിക്കുകയാണ്. എന്തിനാ ഇത്ര രാവിലെ വിളിക്കുന്നേ? നിനക്ക് എന്താ കുഴപ്പം? നിനക്ക് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തൂടെ? കങ്സിക്കിന് നീ ദോങ്മാന്റെ സ്ക്രീൻ പ്ലേ കൊടുത്തെന്ന് അറിഞ്ഞ്. ചോയ്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? നിന്റെ പുറകെ നടക്കുന്നതോ? ഞാൻ അതെപ്പോ ചെയ്തു? നീയാ എന്റെ പുറകെ നടക്കുന്ന. കങ്സിക്കിന് നീ എന്തിനാ സ്ക്രീൻ പ്ലേ കൊടുത്ത? വെച്ചിട്ട് നിന്റെ പണി നോക്കി പോവാൻ നോക്ക്. ഫേമസ് ആക്ടേഴ്സ് ഉള്ളത് നിനക്ക് മാത്രം കൊടുക്കാനല്ല ഹേജി. പിന്നെ എന്നെ ഇനി വിളിച്ച നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഞാനങ്ങ് വിചാരിക്കും. എന്നിട്ടുള്ള ദേഷ്യത്തിൽ ഫോൺ എടുത്ത് ഡെസ്കിൽ ഇടിക്കുകയാണ്. അത് കട്ട് ചെയ്ത് ദോങ്മാൻ ക്ലാസ്സിൽ കയറി വരുമ്പോൾ സ്റ്റുഡൻസ് എല്ലാം ക്ലാപ്പ് ചെയ്യാണ്. ഞാൻ നിങ്ങളെ ഇട്ടിട്ട് പോവില്ല. സാർ, ആരായിരിക്കും മെയിൻ ആക്ടർ? ആരാന്ന് തോന്നുന്നു? ചോയ് മിൻസങ്, ലീ ജിയോൺ, നോ കങ്സിക്, ബിങ്കോ. അത് കട്ട് ചെയ്ത് ഹേജി ഫോൺ വിളിക്കുകയാണ്. ഇത് ഗവൺമെന്റ് പ്രോജക്റ്റ് ആയതുകൊണ്ട് കങ്സിക്കിനോട് ഫണ്ട് കുറച്ച് ചോദിക്കാൻ പറയേണ്ടി വരും. ഓക്കെ. ഇതെല്ലാം ഗ്യോങ്സെ കേൾക്കുന്നുണ്ട്. നിനക്ക് ഇത് ഭയങ്കര കുഴപ്പമായിരിക്കും അല്ലേ ഗ്യോങ്സെ? നിനക്ക് ദോങ്മാൻ തോക്കണമെന്നുണ്ട്, പക്ഷെ ഹേജി ജയിക്കണമെന്നുണ്ട്. അതെങ്ങനെ ഒരു കുഴപ്പമാവുന്നു എന്ന് രണ്ടുപേരും ഒരുമിച്ച് ചോദിക്കുകയാണ്. നിനക്ക് ദോങ്മാൻ തോക്കണോ? വേണ്ട, താമസിച്ചു പോയി. ഞാൻ കണ്ട സ്ക്രീൻ പ്ലേ എടുത്ത് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? നീ ആ സ്ക്രീൻ പ്ലേ വായിച്ചതല്ലേ? എഴുതിയേക്കുന്ന കൊള്ളാന്ന് പറഞ്ഞ എന്താ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും കൊള്ളാലോ. നിനക്ക് അത്രയ്ക്ക് ദോങ്മാൻ ജയിക്കുന്ന ഇഷ്ടമല്ല? ഞാൻ സക്സസ്ഫുൾ ആയാലും അവൻ ജയിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല? ആ പഴഞ്ചൊല്ല് എന്ത് സത്യമാ? കസിൻ സ്ഥലം വാങ്ങിച്ചപ്പോ അസൂയ കാരണം നിക്കാൻ വയ്യ. ഞാൻ നിന്റെ വൈഫ് അല്ലാതെ കസിൻ അല്ല. നിന്റെ വൈഫിന് കുറച്ച് സ്ഥലം വാങ്ങണം. നമ്മൾ എന്തായാലും പാവപ്പെട്ടവരല്ലേ. തിരിച്ചുത്തരം പറഞ്ഞേന് ചം എന്ന് പറഞ്ഞ് ടോയ് എടുത്ത ആളുടെ തലയിൽ അടിക്കുകയാണ്. ഞാൻ റിച്ച് ആവാൻ പോവാ, നീ പാവപ്പെട്ട ആളായിട്ട് ജീവിച്ചോ.
നിനക്ക് എപ്പോഴും എങ്ങനെ ആടി കൊള്ളാതിരിക്കുന്ന റൈറ്റിലോട്ട് തിരിഞ്ഞാൽ മതി. അത് കട്ട് ചെയ്ത് ദൊങ്മാൻ മെസ്സേജ് അയക്കാണ് യൂനയ്ക്ക്. നിന്നെ ക്രെഡിറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ഹേജി എടുത്ത് പറഞ്ഞായിരുന്നു. അത് റൂളിനെതിരെയല്ലേ. ഞാൻ നിനക്ക് നോട്ട്സ് അല്ലേ തന്നോളൂ. ആ നോട്ട്സ് ആയിരുന്നു എല്ലാം. പക്ഷെ അത് അങ്ങനല്ലല്ലോ. എനിക്ക് ലോകം ഫുൾ അറിയിക്കണം നീ എന്ത് നല്ല റൈറ്ററാണ്. ഈ പടം അഥവാ ട്രെൻഡ് ആയ ഞാൻ എല്ലായിടത്തും പറഞ്ഞു നടക്കും യൂന ഇത് ചെയ്തതെന്ന്. അപ്പോ ആള് ചിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജിയോങ്ക്യു വരുന്നത്. യൂന ഇങ്ങനെ നോക്കി നിൽക്കാണ്. നിങ്ങളെ എല്ലാരും താങ്ക്സ് ചെയ്യാനുള്ള സമയം എനിക്ക് ഇതുവരെ കിട്ടിയില്ല. അതിന് നിങ്ങളല്ലേ എല്ലാം ചെയ്തത്. നിങ്ങൾ അകത്തോട്ട് വാ. അപ്പൊ അങ്ങോട്ട് ജയ് വരുന്നു. ഇതാരാ? ഇത് നോക്ക് നോക്കിന്റെ ഡയറക്ടർ ജയ്. ഓ കണ്ടതീ സന്തോഷം. നിന്റെ സ്ക്രീൻ പ്ലേ ഞാൻ എൻജോയ് ചെയ്തു. താങ്ക് യു. അത് കട്ട് ചെയ്ത് ദൊങ്മാൻ ഒരു ഫ്യൂണറൽ നോട്ടീസ് ഇട്ടാണ് ജണ്ണിനെ വിളിച്ച് ചോദിക്കുകയാണ് എപ്പോഴാ നീ വരുന്നത്. ഇവിടെ യൂന മാറിയിരുന്നു. ബാക്കി എല്ലാരും കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒക്കെ എൻജോയ് ചെയ്യാണ്. അത് കട്ട് ചെയ്ത് ജിയോങ്ക്യു പറയാണ് ആൾക്കാര് മാസസ് ഓഫ് ഇമോഷൻ ആണ്. ഞാൻ അഗ്രി ചെയ്യുന്നു. നിനക്ക് എങ്ങനെ ഐഡിയ കിട്ടി? അതും ശരിയാ. അമ്മയും അച്ഛനും ഇല്ലാതെ ജനിച്ചാൽ മതിയായിരുന്നു. ആ വാക്കുകളൊക്കെ എനിക്ക് പറയാൻ എന്ത് ആഗ്രഹം ഉണ്ടായിരുന്നെന്നറിയാവോ. അതുകൊണ്ട് ഞാൻ അത് ഉറക്കെ വായിച്ചു. നിന്റെ എഴുത്തില് ആഴമുണ്ട്. നീ മസ്കുലിൻ സൈഡിനെക്കാട്ടിലും കുറച്ച് ഫെമിനൈൻ ആണല്ലേ. അങ്ങനെയൊന്നുമില്ല. അതെന്താ മെയിൻ ലീഡ് ആണായി പോയ? പെണ്ണായിരുന്നെങ്കിൽ ഇതിലും നന്നായിരുന്നേനെ. ആ സെന്റിമെന്റ് ഉള്ള ഒരു ആക്ടറിനെയാണ് നിനക്ക് വേണ്ടത്. ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. അത് അറിയുന്ന ഒരാൾ വേണം. ഇത് ചേരാത്ത ഒരാളെ വെച്ചാൽ നീ നല്ല പാടുപെടും. ആ ആക്ടർ കാരണം നിന്റെ സിനിമ നശിക്കുന്നത് നിനക്ക് കാണണോ? എനിക്ക് നോക്ക് നല്ല രീതി മനസ്സിലായി. ഇവിടെ യൂന ജിയോങ്ക്യു വന്നത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണ് ബസ്സിൽ. അപ്പൊ ജയുടെ മെസ്സേജ് വരുന്നു. നിനക്ക് വേണ്ടി ഞാൻ തന്നെ അങ്ങ് സൈൻ ചെയ്ത് പൈസ വാങ്ങിച്ചോളാം. ആള് റിപ്ലൈ അയക്കുന്നില്ല. വായിച്ചിട്ട് വിടാതെ റിപ്ലൈ താ. ആള് ഫോൺ നോക്കുന്ന പോലും ഇല്ല. അത് കട്ട് ചെയ്ത് യൂന ഗ്രാൻഡ് മേടുത്ത് വരെയാണ്. ഞാൻ നിന്റെ അടുത്ത് വീട്ടിൽ പോവാനല്ലേ പറഞ്ഞത്. അവിടെ ഒറ്റയ്ക്കിരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല. കെയർ ഗീവർ എന്തി കഴിക്കാൻ പോയി. നീ എത്ര പൈസ ഈ ചെലവാക്കുന്നേ? ഗ്രാൻഡ്മയ്ക്ക് വേണ്ടി തന്നെ ഇത് ഫുള്ള് ചെലവാക്കുന്നു. പിന്നെ ഇതാരാ കൊടുത്തയച്ചേ? നീയല്ലേ? നോക്കുമ്പോ അത് നമ്മുടെ അസിസ്റ്റന്റ് ആണ്. അത് കട്ട് ചെയ്ത് ഇവിടെ ഫ്യൂണറിന്റെ ചടങ്ങൊക്കെ കഴിഞ്ഞ് അവരിരുന്ന് കഴിക്കുകയാണ്. നീ 2 എപ്പിസോഡ് എഴുതിയെന്നാണല്ലോ ഞാൻ കേട്ട. അതെപ്പോഴാ ഷൂട്ട് ചെയ്യുന്നേ? ആർക്കറിയാം? പിന്നെ ഡയറക്ടറിനല്ലാതെ വേറെ ആർക്കും അറിയുന്നേ? എല്ലാ ആക്ടേഴ്സും ബുക്ക്ഡാ. എഴുത്ത് നല്ലതാണെങ്കിൽ ആക്ടേഴ്സിനെ ആര് നോക്കുന്നു? കാലിഗ്രഫി ചെയ്യുന്ന ആൾക്കാർ ഏത് ബ്രഷ് ഉപയോഗിക്കേണ്ടത് നോക്കും. അവർ എത്ര സ്കിൽഡ് ആണോ അതിനനുസരിച്ച് ബ്രഷ് ആയിരിക്കും അവരുടെ കയ്യിൽ. ഒരു മൂവിയിലെ ആക്ടേഴ്സ് ആണ് എല്ലാം. നീ കങ്സിക്കിന് സ്ക്രീൻ പ്ലേ കൊടുത്തല്ലേ? നോക്ക്, കങ്സിക്ക്, ജിയോങ്ക്യു അതേപോലത്തുള്ള വലിയ വലിയ ആക്ടേഴ്സിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു പ്രോപ്പർ നൗൺ ആണ്. നീ ഉദ്ദേശിച്ചത് കോമൺ എന്നായിരിക്കും. നെയിംസ് ഒക്കെ ഓൾറെഡി പ്രോപ്പർ നൗൺ. നിനക്ക് എന്നെ തീരെ ഇഷ്ടമല്ലല്ലേ? നിന്നെ ആർക്കെങ്കിലും ഇഷ്ടമാണോ? ബിയൂനയ്ക്ക്. നിന്നെ ആർക്കെങ്കിലും ഇഷ്ടമാണോ? ഹേജിക്കോ? ഹേജിക്ക് നിന്നെ മുമ്പായിരുന്നു ഇഷ്ടം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കങ്സിക്ക് വരുന്നത്. ഇവൻ വേറൊരുത്തനെയും കൂടെ അടിച്ചിട്ടെന്നാ കേട്ട. ആരെ? ചേജി യോങ്മിൻ. ഇവനെക്കാട്ടിൽ നല്ലോണം ആരെങ്കിലും ആക്ട് ചെയ്താൽ അവനെ അടിച്ചൊരു പരുവാക്കും. അവൻ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുവോ? അപ്പൊ രണ്ടുപേരും കൂടെ ആളെ നോക്കുവാണ്. ദൊങ്മാൻ നീ ഒരു മൂവി ചെയ്യാൻ പോവാന്ന് കേട്ടു. നീ ഒരു മൂവി ചെയ്യാൻ പോവാന്ന് കേട്ടൂന്ന്. ഇത്രയും കാത്തിരിപ്പിന്റെ അവസാനം ഒരു റിസൾട്ട് ഉണ്ടായില്ലേ? താങ്ക് യു. അമ്മയ്ക്ക് സുഖമല്ലേ? ആളൊന്ന് സ്റ്റക്ക് ആവുകയാണ്. ദൊങ്മാനെ, നീ എന്റെ അമ്മ മരിച്ചേനെ ഇവിടെ വന്നേക്കുന്നു. ഫുഡിൽ തന്നെ വന്ന ആക്കൊന്നും പറയാനില്ല. എന്നിട്ട് ആള് കങ്സിക്കിന്റെ അടുത്ത് പോയിരിക്കുകയാണ്. എന്നെ ഓർമ്മയുണ്ടോ? നമ്മള് കുറെ നാളൊന്നും ആയില്ല കണ്ടിട്ട്. അന്ന് കഫേയുടെ മുമ്പിൽ വെച്ച് നമ്മള് കൈ ഷെയ്ക്ക് ചെയ്തായിരുന്നു. അതിന് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ വന്നയാ. എന്റെ പേര് ഹോങ് ദൊങ്മാൻ. എനിക്ക് ഈ പടം നിങ്ങളോട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പറയുന്നതേക്ക് ഒരാൾക്ക് വരേണ്ടതിന് മര്യാദകളുണ്ട്. എനിക്കൊരു ഏജൻസി ഉണ്ട്. അത് നിനക്കറിയാലോ. ഏജൻസിക്ക് അയച്ചായിരുന്നു, പക്ഷെ തിരിച്ച് റിപ്ലൈ ഇട്ടില്ല. എനിക്ക് ശരിക്കും നിങ്ങളോട് ഈ പടം ചെയ്യണം. അപ്പൊ നീ പറയുന്നത് എനിക്ക് സക്സസ്ഫുൾ ആവണം. എന്നെ ഒന്ന് സഹായിക്ക്. ഞാൻ എന്തിനു നിന്നെ സഹായിക്കണം? നിനക്ക് എന്നെ അറിയാവോ? നമ്മൾ എന്തെങ്കിലും ഒരുമിച്ച് ചെയ്തിട്ടുണ്ടോ? നീ എന്തൊക്കെ പടം ചെയ്തിട്ടുണ്ട്? ഇതുവരെ ഒന്നുമില്ല. ഇതെന്റെ ആദ്യത്തെ പടവാ. നിന്റെ സ്ഥാനം അറിയാൻ നോക്ക്. നിന്റെ ആഗ്രഹമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കുണ്ട്. ഇത്രയും വലുതായ ഞാൻ ആരുമല്ലാത്ത നിന്റെ കൂടെ എന്തിനു വർക്ക് ചെയ്യണം? എന്റെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ വളരാൻ നോക്ക്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എത്താൻ നോക്ക്. ഇപ്പോഴത്തേക്ക് നീ നിന്റെ ലെവലിൽ തന്നെ നിന്നോ. ആള് ഒന്നും മിണ്ടുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടല്ലേ? എന്താ നിനക്ക് കുറച്ച് വേണോ? എന്റെ ലൈഫ് ഒരു കുഴപ്പത്തിലാണെങ്കിൽ ഞാൻ എന്തും ചെയ്യും. പക്ഷെ കണ്ടവരെ അടിച്ചിടൂല. നിങ്ങളെ പുറത്താക്കുന്നതിന് മുമ്പ് എന്റെ കൂടെ വർക്ക് ചെയ്താൽ എന്താ? എണീറ്റ് പോ. നിങ്ങളൊന്നും ഒരു വകയ്ക്കും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ അവിടെ പ്രശ്നം ഉണ്ടാക്കാണ്. ആള് സ്ക്രീൻ പ്ലേ എടുത്ത് വായിക്കുന്നു. വെതർ മേക്കറോ? നീ എന്താ ദൈവോ? എന്നിട്ട് അതെടുത്ത് എറിയാണ്. ദൊങ്മാൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്നിട്ട് ആള് വിഷമത്തിലിരിക്കുകയാണ്. അവിടെ ഫുള്ള് വെള്ളമായിട്ടും ആൾ അതിന്റെ നടുക്കിരിക്കുകയാണ് ഇങ്ങനെ ആലോചിച്ച്. അത് കട്ട് ചെയ്ത് ചോയും ചെയ്യും ജിന്നും കൂടി അവർ വർക്ക് ചെയ്യാൻ പോകുന്ന ഓഫീസൊക്കെ നോക്കാൻ വരികയാണ്. നമുക്ക് എല്ലാം നല്ല ക്രൂസ് ഉള്ളത്. ഇനി നമുക്കിത് ഹിറ്റ് ആക്കിയാൽ മതി. നീ ജിയോങ്ക്യു പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചോ? നിങ്ങൾ എന്താ വിചാരിക്കുന്ന ചോയി? ഡയറക്ടറിന്റെ ഒപ്പീനിയൻ അല്ലേ എല്ലാം? എനിക്ക് തോന്നുന്നത് കങ്സിക്ക് വലിയ പണിയാവും. അത് മനസ്സിലാവുന്ന ഒരു ആക്ടറിനെ നമുക്ക് വേണ്ടത്. കങ്സിക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? എന്നിട്ട് ചോയും ജിന്നും കൂടെ സംസാരിക്കുകയാണ്. നമുക്ക് കങ്സിക്കിന്റെ കോൺട്രാക്ട് ഒന്ന് നിർത്തിവെക്കാം. ഓക്കെ. പിന്നെ ജയ് പറഞ്ഞത് യങ്സിന്റെ പൈസയും കൂടെ ജയ്ക്ക് കൊടുക്കാൻ. അവൾ അങ്ങനെ പറഞ്ഞെന്നാ പറഞ്ഞേ. നിനക്ക് തോന്നുന്നുണ്ടോ അവൾ അങ്ങനെ പറയുമെന്ന്? ജിയോങ്ക്യുവിന് ഒരു സ്ക്രീൻ പ്ലേ വായിക്കാൻ നല്ല രീതിയിൽ അറിയാം. അവള് പറഞ്ഞത് ഇതൊരു ഫെമിനൈൻ ടച്ച് ഉണ്ടെന്ന്. ഇത് മുഴുവൻ എഴുതിയത് യങ്സില്.
അതങ്ങനെ തന്നെ ഇട്ടേക്ക്. അവന്റെ മുമ്പിൽ വെച്ച് അവളുടെ പേര് പറയണ്ട. അത് കട്ട് ചെയ്ത് യൂന ജിയോങ് ഹ്യൂനെ കാണാൻ വന്നേക്കാണ്. നിനക്ക് എത്ര പേരുണ്ട്? സിയോൺ, യൂന, യങ്സിൽ. അപ്പൊ ആളൊന്ന് നോക്കുവാണ്. എനിക്കറിയാതെ നീയാന്ന്. എന്റെ പേര് യൂന എന്ന്. അതെന്റെ ഹിഡൻ നെയിം. ഇത്രയുള്ള പേരിൽ നിന്ന് യൂന എന്താ എടുക്കാൻ കാര്യം? ഇത്രയുള്ള പേരിൽ നിന്ന് സിയോൺ എന്താ എടുക്കാൻ കാര്യം? എന്തുകൊണ്ട് ഒരു കൊച്ചുകൊച്ചിന് ഒരു സ്പെഷ്യൽ പേര് കൊടുക്കുന്നത്? എല്ലാ പാരന്റ്സും അവരുടെ മക്കൾ സ്പെഷ്യൽ ആവാൻ ആഗ്രഹിക്കത്തില്ലേ? ചിലവര് മക്കൾക്ക് യങ്സിൽ എന്ന് പേരിടും, അവരൊരു നല്ല ജീവിതം ജീവിക്കാൻ. കുട്ടിയോ ഭർത്താവോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കെല്ലാം സ്പെഷ്യൽ ആയിരിക്കണം. നിങ്ങൾക്ക് ആ പാവം സ്പെഷ്യൽ അല്ലാത്ത കുട്ടിയെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇത് ശരിയാവൂല. നമുക്ക് കഴിവുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? എനിക്ക് കഴിവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്തിനു പിടിച്ചു നിൽക്കണം? നിനക്ക് കഴിവുണ്ട്, പക്ഷെ നീ അതിനെ നശിപ്പിക്കുക. നീ ഭയങ്കര ഫേക്ക് ആണല്ലോ. നിനക്ക് ആൾക്കാർ അറിയണമെന്നുണ്ട് നീ യങ്സിലാണ്, നീയാണ് അത് എഴുതിയതെന്ന്. പക്ഷെ